ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 27 അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 27. അവിടെ ദൈവം രണ്ട് കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ ഏൽപ്പിക്കുകയാണ്. ഒന്നാമത് യാഗപീഠം, രണ്ടാമത് കെടാത്തായിട്ടുള്ള വിളക്ക്. അപ്പോൾ യാഗപീഠത്തെ പറ്റി പറയുമ്പോൾ ദൈവം അവിടെ അതിൻ്റെ അളവും എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നൊക്കെ ദൈവം അവിടെ പറയുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം യാഗപീഠത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്നതാണ്. അത് അവിടെ യാഗം ചെയ്യുവാനായിട്ട്, അവരുടെ പാപത്തിൻ്റെ ക്ഷമിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടായിരുന്നു ദൈവം ആ ഒരു കാര്യം അവരെ അവിടെ ഏൽപ്പിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ദൈവത്തിന് ക്ഷമ ലഭിക്കണമെങ്കിൽ യാഗം ചെയ്തേ പറ്റുകൊണ്ട് അതായിരുന്നു ദൈവം അവർക്ക് കൊടുത്തിരുന്ന റൂൾ. പക്ഷെ നമ്മളുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പാപം ക്ഷമിക്കായിട്ട് യാഗം ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം അത് നമുക്കൊരു യാഗമായിട്ട് മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല, കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ എന്നാലും പാപം ചെയ്യും. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതൊക്കെ നമ്മൾ ചിലപ്പോൾ പാപം ചെയ്യും. പക്ഷേ അതിനായിട്ട് ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. കർത്താവ് യേശുക്രിസ്തു അതിനും കൂടിയാണ് കർത്താവ് മരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മാത്രം മതി. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മളുടെ പാപങ്ങൾ, ദൈവം ക്ഷമിക്കുകയും ചെയ്യും. രണ്ടാമത് കാണിക്കുന്നത് ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു വിളക്കിനെ പറ്റിയാണ്. ആ വിളക്കിലെ തീ കെട്ടുപോകരുതെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഒലിവ് ഓയിലാണ് അവിടെ യൂസ് ചെയ്യുകയും ചെയ്യും. ദൈവം പ്രത്യേകിച്ചും അത് ഏത് ഓയിൽ യൂസ് ചെയ്യണമെന്നുള്ളത് വരെ ദൈവം അത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നോക്കുമ്പോൾ, നമ്മളുടെ ജീവിതം നോക്കുമ്പോൾ നമ്മൾക്കും ദൈവമക്കൾ എന്ന രീതിയിൽ നല്ല ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾക്കും ആ കോൺസ്റ്റൻറ്റ് സപ്ലൈ വേണം. അത് ദൈവത്തിൻ്റെ വചനങ്ങളുണ്ട്. നമുക്ക് കോൺസ്റ്റൻറ്റ് സപ്ലൈ വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ഇടയാക്കി. ആ വിളക്ക് കത്തി നിൽക്കുവാനായിട്ടുള്ള കാരണം കോൺസ്റ്റൻ്റായിട്ട് ആ ഓയിൽ അവിടെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ അത് നോക്കുവാൻ പുരോഹിതന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത് കെടാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് കോൺസ്റ്റൻറ്റ് സപ്ലൈ ആവശ്യമുണ്ട്. വചനത്തിൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ എന്നുള്ളത് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് നമുക്കത് ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ എൽഡേഴ്സ് ഉണ്ട്, നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു പോർഷൻ പറ്റി ചിന്തിച്ചപ്പോൾ വന്നത്. അപ്പോൾ ഈ ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ